ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കപ്പപ്പുഴുക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഞാൻ കപ്പ നല്ലപോലെ ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കപ്പയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. എനിക്ക് 3 വിസിൽ വേണ്ടി വന്നു. നിങ്ങളുടെ കുക്കർ അനുസരിച്ച് വിസിലിൽ മാറ്റം വരാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ക്രഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് 10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. തേങ്ങ അധികം അരഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച കപ്പ ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മത്തിമുളകിട്ടതൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.